ഓരോ ദിവസവും എത്ര അൺപ്രഡിക്റ്റബിൾ ആണല്ലേ. നമുക്കറിയില്ല നാളെ നമുക്കുണ്ടോ എന്നുള്ളത്. എങ്കിലും നമ്മൾ പ്രതീക്ഷയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരുപാട് വർഷങ്ങൾക്കുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോഴേ ആലോചിക്കുന്നതും മറ്റും. അതനുസരിച്ച് നമ്മളെ ടെൻഷൻ അടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പല ദുരന്തങ്ങളും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഗുജറാത്തിലെ വിമാനാപകടം പോലും ഓർമ്മിപ്പിക്കുന്നത് നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നിമിഷത്തിനപ്പുറം നമ്മളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങളിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ളൊരു എന്താ പറയുക, എനർജി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പല സമയത്തും നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തും ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങളെക്കുറിച്ചും കഴിയാൻ പറ്റാത്തതിനെക്കുറിച്ചും എല്ലാം നമ്മൾ ഒരുപാട് വിഷമിക്കാറുണ്ട്. പക്ഷേ നമുക്കുള്ള കാര്യങ്ങളിൽ ഓർത്ത് സന്തോഷിക്കുന്നത് പലപ്പോഴും കുറവാണ്. അങ്ങനെയുള്ളത് കൊണ്ടാണ് നമ്മൾ കൂടുതലും വിഷമിച്ചിരിക്കുന്നതും മറ്റും. അപ്പോൾ ഇന്ന് തൊട്ടെങ്കിലും നമ്മൾ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ, നമ്മുടെ കൂടെയുള്ളവർ, അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ് ആണല്ലേ. അപ്പോൾ അത് ഓർത്തിട്ട് സന്തോഷമായിട്ട് ഓരോ ദിവസവും എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ച്, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഒരു ഡേ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി തുടങ്ങുക. നമുക്കുള്ള കാര്യങ്ങൾ ആലോചിച്ച് ഒന്ന് സൈലൻ്റായിട്ടിരുന്ന് നമുക്കുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നമുക്കുള്ള ബ്ലെസ്സിങ്സിനെ പറ്റി ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഹാബിറ്റ് നമുക്കൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരികയും നമ്മളുടെ ഓർഡിനറി മൊമെൻറ്റ്സിൽ നമ്മൾ എത്ര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്നോ നമ്മളത് ശ്രദ്ധിക്കില്ല. നമുക്കുള്ള നോർമൽ മൊമെൻറ്റ്സ് തന്നെ നല്ല പ്രഷ്യസ് മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് ബോധവാന്മാരാവുന്നത് നമ്മൾ ഇതുപോലെ ഏറ്റവും മോർണിംഗ് തന്നെ ഇൻറ്റൻഷനലി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി തുടങ്ങുമ്പോഴാണ്. നമ്മൾ പലപ്പോഴും ജോലി ചെയ്യുമ്പോൾ തിക്കിത്തിരക്കി ചെയ്യാറുണ്ട്. എങ്കിൽ കൂടിയും നമുക്ക് സമയമുള്ള സമയത്തെങ്കിലും ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതും ഒന്ന് മൈൻഡ്ഫുള്ളി ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ കാര്യവും നമ്മൾ അറിഞ്ഞ് എൻജോയ് ചെയ്ത് ഫീൽ ചെയ്ത് സെൻസ് ചെയ്ത് ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ നമ്മുടെ ഫുൾ അറ്റൻഷൻ വരികയും ചെയ്യും. ആ ഒരു റിതം ഫീൽ ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കും. കഴിയുന്നതും ഒന്ന് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒന്ന് മൈൻഡ്ഫുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ ജെന്യുവൻ കണക്ഷൻ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുക. മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക, ഒരു ചെറിയ സ്മൈൽ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. നമ്മളെപ്പോഴും ഫോണൊക്കെ പിടിച്ചുകൊണ്ട് അതിൽ നോക്കിക്കൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ കണക്ഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാവട്ടെ നമ്മൾ പ്രസൻ്റ് ആയിട്ടിരിക്കുക അവരുടെ ആ മൊമെൻറ്റ്സിൽ. അപ്പം ഇങ്ങനത്തെ മൊമെൻറ്റ്സ് നമ്മൾ കൂട്ടിയെടുക്കും തോറും നമുക്ക് ആളുകളുമായിട്ടുള്ള ജെന്യുവൻ കണക്ഷൻ ഇൻക്രീസ് ചെയ്യും. നമ്മൾ ചുറ്റിനുള്ള കാര്യങ്ങൾ ഒന്ന് കാര്യമായി ശ്രദ്ധിക്കുക. നമ്മൾ സ്കൈയിൽ നോക്കുക, അതുപോലെ അവിടെയുള്ള പാറ്റേൺസ് ശ്രദ്ധിക്കുക. അതുപോലെ സൺലൈറ്റ് ഇങ്ങനെ ഒരു ഡിസൈൻസ് ഉണ്ടാക്കില്ലേ മതിലിൽ, അത് നോക്കുക, ഫ്ലവേഴ്സ് നോക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാര്യമായി ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഈ ഓർഡിനറി കാര്യങ്ങളിൽ പോലും ഒരുപാട് ബ്യൂട്ടിയും ഒരുപാട് സന്തോഷം കാണാൻ പറ്റും. അപ്പം നമുക്കപ്പോൾ തന്നെ മനസ്സിലാവും എത്ര റിച്ചാണ് നമ്മുടെ ചുറ്റിനുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുകയും ചെയ്യും. നമ്മൾ അച്ചീവ് ചെയ്യുന്ന കുട്ടി കുട്ടി കാര്യങ്ങളും നമ്മൾ ചെറിയ രീതിയിലെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, അതിന് അക്നോളജ് ചെയ്യുക, നമുക്ക് തന്നെ ഒരു ക്രെഡിറ്റ് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേനും സ്ലോലി നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെൻറ്റ്സ് ബ്രിക്സ് പോലെയാണ്. നമ്മൾ സ്ലോലി നമ്മുടെ കോൺഫിഡൻസും സന്തോഷവുമാണ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. കുട്ടി കുട്ടി ഹാപ്പിനെസ് മൊമെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക. ലൈക്ക് ക്യാൻഡിൽ കത്തിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുമ്പോൾ ചെറിയൊരു മ്യൂസിക് വയ്ക്കുക. അങ്ങനത്തെ നമ്മളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. രാവിലെ ചായ കുടിക്കുമ്പോൾ അത് എൻജോയ് ചെയ്ത് കഴിക്കുക, ഒരു പ്രത്യേക സീറ്റിൽ പോയിരിക്കുക. അപ്പം ഇങ്ങനെ കുട്ടി കുട്ടി കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുമ്പോഴത്തേനും അത് നമ്മളുടെ ഒരു കംഫർട്ടബിൾ ഒരു സ്പേസ് ആൻഡ് ഇതായി മാറും. ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മളതിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് പറ്റും.
നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഏതെങ്കിലും ഒരു കാര്യം ഒരു 10-15 മിനിറ്റ് ഡെയിലി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലൈക്ക് റീഡിങ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ, സ്കെച്ചിങ്ങോ ഗാർഡനിങ്ങോ അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തിരിക്കുന്നതോ നടക്കാൻ പോകുന്നതോ എന്തെങ്കിലും ഒരു കാര്യം 15 മിനിറ്റ്സ്. അത് നമ്മൾ കൂടുതൽ ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ഒരു ഡേയിൽ നമ്മൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടൈം കിട്ടുകയും ചെയ്യും. അതൊരുപാട് പ്രൊഡക്റ്റീവ് ആവണമെന്നൊന്നുമില്ല. നമുക്ക് വെറുതെ കൂളായിട്ട് റിലാക്സ് ചെയ്തിരിക്കാനുള്ള ഒരു ടൈമാക്കി മാറ്റുക. അതുപോലെ കഴിയണതും ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെയ്ത നമുക്കുണ്ടായ ഒരു ഗുഡ് തിങ്ങെങ്കിലും ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അപ്പം ആ ഒരു ദിവസം മൊത്തം നമുക്ക് കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മൾ ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് കൂടുതൽ പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി തുടങ്ങും. ഒരു നല്ല ഫുഡ് കഴിച്ചതോ അല്ലെങ്കിൽ നല്ലൊരു റീല് കണ്ടതോ എന്തെങ്കിലും ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടി നമ്മൾ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഓവറോൾ നമ്മൾ കൂടുതൽ ഹാപ്പി ആവും. പറ്റുവാണെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ജസ്റ്റ് നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുന്നത് പോലും ഒരു ഗുഡ് തിങ് ആണ്. ചിലപ്പം അവർ എന്തെങ്കിലും ഒരു ഡൾ മൊമെൻറ്റിൽ ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ മെസ്സേജ് ആയിരിക്കും അവർക്കൊരു ഹാപ്പിനെസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നമുക്കൊരു ഹെൽപ്പ് ഓഫർ ചെയ്യാം. ചിലപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറയാൻ വേണ്ടി നമ്മൾ നല്ലൊരു ലിസണർ ആവുക. അങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ സന്തോഷവും ഒരു സെൻസ് ഓഫ് പേർപ്പസും നിറയും. അപ്പം നമ്മുടെ ദിവസവും അതുപോലെ വേറൊരാളുടെ ദിവസവും വി മെയ്ഡ് ദാറ്റ് ഡേ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. അതുപോലെ പെർഫെക്ഷൻ്റെ പുറകെ പോവാതിരിക്കുക. അത് സമാധാനത്തിൻ്റെ ശത്രുവാണെന്നാണ് പറയുന്നത് പെർഫെക്ഷൻ. ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മെസ്സിയാണ്. നമ്മളെല്ലാം ജസ്റ്റ് റൈറ്റ് ആവട്ടെ എന്ന് കാത്തിരിക്കുന്നതിന് മുന്നേ നമ്മൾ തുടങ്ങുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. ജസ്റ്റ് ഓക്കെ, നമ്മുടെ വീട്ടിൽ ഡിഷസ് ഒരുപാടുണ്ടാവും കഴുകാൻ, മിസ്റ്റേക്സ് ഉണ്ടാവുന്നു, അതുപോലെ തുണികൾ മടക്കി വെക്കാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ പ്രോഗ്രസ്സിന് അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സന്തോഷം വെക്കേണ്ടത്. അല്ലാതെ എല്ലാം പെർഫെക്റ്റായി അടിപൊളിയായിട്ടുള്ള ഒരു ലൈഫിലല്ല നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ചിലപ്പോഴൊക്കെ മെസ്സി ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ആ ലൈഫിൻ്റെ ഉള്ളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് കുഞ്ഞു കാര്യങ്ങളിൽ നമ്മുടെ ലൈഫിനൊരു മീനിങ്ങും പേർപ്പസും അതുപോലെ സന്തോഷവും എല്ലാം നിറയുന്നത് അപ്പോഴാണ്. പിന്നെ അതുപോലെ നമ്മൾക്കപ്പോൾ ലൈഫിൽ കുറച്ച് കണ്ടൻ്റായിട്ട് ജീവിക്കാനും പറ്റും. ഇല്ല എന്നുള്ള ഒരു രീതി മൈൻഡ് സെറ്റ് മാറിയിട്ട് ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.